ലോകരാഷ്ട്രങ്ങൾക്കിടയിലെ വർദ്ധിച്ചു വരുന്ന പിരിമുറുക്കങ്ങൾക്കിടയിൽ ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ ഉച്ചകോടിയിൽ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ് നടത്തിയ പ്രസംഗം ആഗോള വ്യാപാരത്തിലും രാഷ്ട്രീയത്തിലും പുതിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. ചൈനയിലെ ഷിയാൻജിനിൽ നടന്ന പ്ലീനറി സെക്ഷൻ ഉദ്ഘാടനം ചെയ്യവേ ഷി ജിൻപിങ് ഭീഷണിപ്പെടുത്തൽ, ശീതയുദ്ധ മാനസികാവസ്ഥ തുടങ്ങിയവയെ ശക്തമായി അപലപിച്ചത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമീപകാല നയങ്ങൾക്കെതിരെയുള്ള ഒരു പരോക്ഷ വിമർശനമായിട്ടാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്. അമേരിക്കൻ ഭരണകൂടം വ്യാപാര രംഗത്ത് തുടരുന്ന കർശനമായ നയങ്ങൾ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾക്കിടയിൽ ആശങ്ക വർദ്ധിപ്പിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഷി ജിൻപിങ്ങിന്റെ ഈ പരാമർശം കൂടുതൽ പ്രസക്തമാകുന്നത്. ചൈനയും അമേരിക്കയും തമ്മിൽ ഏറെ നാളായി നിലനിന്നിരുന്ന വ്യാപാര സംഘർഷം സമീപകാലത്ത് അയഞ്ഞെങ്കിലും പൂർണ്ണമായും അവസാനിച്ചിട്ടില്ല. 100%-ലധികം തീരുവകൾ ചുമത്തിക്കൊണ്ടുള്ള ട്രംപിന്റെ നയം ചൈനയുടെ സമ്പദ് വ്യവസ്ഥയെ വലിയ തോതിൽ ബാധിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു താൽക്കാലിക കരാറിൽ എത്തിയിട്ടുണ്ടെങ്കിലും അതിർത്തി കടന്നുള്ള വ്യാപാര തർക്കങ്ങൾ ഇപ്പോഴും ഒരു വെല്ലുവിളിയായി തുടരുന്നു. ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയം പരമ്പരാഗതമായ വ്യാപാര ബന്ധങ്ങളെയും അന്താരാഷ്ട്ര നിയമങ്ങളെയും വെല്ലുവിളിക്കുന്നുവെന്ന വിമർശനങ്ങൾ ഉയർന്നു വരുമ്പോഴാണ് ഷി ജിൻപിങ്ങിന്റെ ഈ പ്രസ്താവന വരുന്നത്. സാമ്പത്തിക ഭീഷണികളിലൂടെ മറ്റു രാജ്യങ്ങളെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നത് ആഗോള സമാധാനത്തിനും സഹവർത്തിത്വത്തിനും ദോഷകരമാണെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു.